ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്പൈസി ഷുഗർ. ഇന്ന് ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് താമസിച്ചാണ് വന്നത്. അപ്പം ഞാൻ ഓർത്ത് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് രാജുവേട്ടനും എൻ്റെ കൂടെ കിച്ചണിലേക്ക് വന്നു. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തക്കാളിക്കൊക്കെ എടുത്ത് വെച്ചു. ഇതെടുക്കാൻ ഞാൻ ചോദിക്കുവാണേ, നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ പറഞ്ഞു ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം വൈകിട്ട് വന്നിട്ട് പിന്നെ ഞാൻ കൂട്ടാൻ വെക്കാനൊന്നും പാടാ, ചോറൊക്കെ വെച്ചിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ താമസിച്ചില്ലേ. അപ്പോൾ വന്ന് ഞാൻ ബാഗൊക്കെ എടുത്തിട്ട് അതിനകത്ത് നിന്ന് മുട്ടയും പാലും ഒക്കെ എടുത്ത് രാജുവേൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണേ. വന്ന് കയറിയതേ ഉള്ളേ. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഞാൻ ഡൈനിങ് ടേബിളിലോട്ട് വെച്ചിട്ട് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇതെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോഴത്തേക്കും ഇത് മുട്ട എടുത്ത് കൊടുത്തു, പാൽ കൊടുത്തു, ഇത് ഇത്രയും സാധനങ്ങൾ. പിന്നെ വെജിമുളകൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ഞാൻ. അതെല്ലാം ഞാനവിടെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പിന്നെയും ചോദിക്കും, ഞാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി തരട്ടെ. ഇന്നിനി എനിക്ക് കൂടുതലായിട്ട് കൂട്ടാനും കറിയൊന്നും വെക്കാൻ വയ്യാത്തതുകൊണ്ടേ. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം ഞാൻ കുറച്ച് പൊടിയായിട്ട് ഇവിടെ നമ്മുടെ ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത്തിരി ക്യാരറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ ചേർക്കാത്ത ഒരു ഇതെന്താണ്, അപ്പം അത് ആ പച്ചക്കറിയിൽ നമ്മുടെ ഈ ക്യാരറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് ക്യാരറ്റ് കൂടെ ചേർത്തത്. ഇത് ഞാൻ ചോറ് നമ്മുടെ ബസ്മതി റൈസ് വെന്ത് ഒരു വാർത്ത് വെച്ചേക്കുമായിരുന്നു. പിന്നീട് ഞാനൊരു ഉരുളി എടുത്ത്, ചുവടുകെട്ടിയുള്ളൊരു പാത്രമാണ്, ഒരു ഉരുളി എടുത്ത് വെച്ചേക്കുന്നത്. ഈ ചോറൊന്ന് നമുക്ക് ചിക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, നെയ്യൊന്നും യൂസ് ചെയ്തില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുത്തു. അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ക്യാരറ്റും നമ്മുടെ സവാള അരിഞ്ഞതും ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എല്ലാം ഒന്ന് ഡീപ്പ് ഡ്രൈ ഒന്നും ആകണ്ട, നമുക്ക് കുറച്ച് ഒന്ന് കടിക്കത്തക്ക രീതിയിൽ നമ്മുടെ ചോറിനകത്ത് കിടക്കണം. അപ്പം പിന്നീടാണ് നമ്മൾ ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ടൊമാറ്റോയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മൾ സ്റ്റൗവിൻ്റെ തീ എപ്പോഴും കുറച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതൊന്ന് പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വരന്ന് നമുക്കിപ്പം ചോറിടുന്ന പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മളുണ്ടല്ലോ, ഇപ്പം ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി ഗരം മസാലപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ച് പിന്നെ വാർത്ത് വെച്ചിരുന്ന അരിയാണ്, ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നീട് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ എല്ലാം അതെല്ലാം ഒന്ന് നമ്മൾ വഴറ്റിയാണ് ചേർത്തേക്കുന്നത്. അതെല്ലാം ഒന്ന് പിടിച്ച് അതൊന്ന് ഇളകി കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മല്ലിയില, നമുക്ക് കറിവേപ്പിലയൊക്കെ ചേർക്കാം. അതൊന്നും നമുക്കിനിയിപ്പോൾ നൈറ്റിൽ പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മുടെ പറമ്പിലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അത് ചേർത്തില്ല കേട്ടോ. അതൊക്കെ ചേർക്കാവേ. പിന്നെ അതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് ഞാനതൊന്ന് സെർവ് ചെയ്യുവാണ്. ഒരു ബൗളിലേക്ക് അത് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ടൊമാറ്റോ കൊണ്ടൊരു റോസാപ്പൂ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. അത് ഞാനിങ്ങനെ നമ്മുടെ ക്രാഫ്റ്റ് രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. എൻ്റെ റോസാപ്പൂ ടൊമാറ്റോ കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഫുഡെന്ന് പറയുന്നത് ഇതാണ് കഴിക്കുന്നത്. ഓക്കെ, താങ്ക് യു.